89.6 FM Sargakshetra SK Junction. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷൻ ആണ്. കൂടെയുള്ളത് ജോ ആണ്. SK ജംഗ്ഷനിൽ നമ്മൾ പല വിധമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്, അറിയുന്നത്. ആൻഡ് ഇന്ന് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ വരാൻ പോകുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാം കാർഡിയോ പൾസ് 25 എന്ന പ്രോഗ്രാമിനെ കുറിച്ച് നമ്മൾ കേൾക്കാനായിട്ട് പോവുകയാണ്. ആൻഡ് ഇക്കാര്യത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഭയങ്കര ക്ലിയർ കട്ടായിട്ട് പറയാനായിട്ട് നമ്മുടെ കൂടെ കുറച്ച് പേര് ജോയിൻ ചെയ്യുന്നുണ്ട്. സോ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഷൈബിമോൾ കുര്യൻ, സീനിയർ നഴ്സിംഗ് ഓഫീസർ. മാം, വെൽക്കം ടു ദ ഷോ. Thank you. And yes, അടുത്തത് നമുക്കുള്ള സ്പെഷ്യൽ ഗസ്റ്റ് സുജേഷ് KJ, നഴ്സിംഗ് ഓഫീസർ. താങ്ക് യു. ആൻഡ് യെസ്, നമുക്കിനി രണ്ടുപേരും കൂടെ ഉണ്ട്. ആൻഡ് നമുക്കിനിയുള്ളത് പ്രീതി, നഴ്സിംഗ് ഓഫീസർ. Thank you. ആൻഡ് ദ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ജിൻസൺ MJ, നഴ്സിംഗ് ഓഫീസർ. സാർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. അങ്ങനെ 4 പേരും ചേർന്ന് വന്നിരിക്കുകയാണ് നമ്മുടെ കാർഡിയോ പൾസ് 25 എന്ന പ്രോഗ്രാമിനെ കുറിച്ച് പറയാനായിട്ട്. ഞാൻ ആ ഒരു പ്രോഗ്രാമിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങളുടെ ഒരു ബോണ്ടിനെ കുറിച്ച് പറയട്ടെ. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമുക്കൊരു കോളേജ് വൈബാണ് നിങ്ങൾ 4 പേരും ഇവിടെ വന്നിരുന്നപ്പോൾ തൊട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. സോ എത്ര വർഷമായി നിങ്ങൾ 4 പേരും തമ്മിലുള്ള പരിചയമൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് നമുക്ക് കാർഡിയോ പൾസ് 25 എന്ന പ്രോഗ്രാമിലേക്ക് പോവാം. ഓക്കെ, ഞാൻ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നത് ഇപ്പോൾ 20 years ആയി. പക്ഷേ ഇവർ അത് കഴിഞ്ഞ് വന്നവരാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാവരെയും തന്നെ ഒരു മോർ ദാൻ 10 years ആയിട്ട് എനിക്ക് നല്ല പരിചയമുണ്ട്. ഇത്രയും ബോണ്ട് വരാൻ കാര്യം എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഭയങ്കര ടീം സ്പിരിറ്റാണ്. അവിടെ ഒരു ഡോക്ടർ, നഴ്സ് അല്ലെ ചേച്ചിമാരൊന്നുമില്ല. വി ആർ ഓൾ ഈക്വൽ. അതാണ് ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഒരു ടീം സ്പിരിറ്റാണ് ഞങ്ങളുടെ ഏറ്റവും ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ സാർ, എന്താ ജിൻസൺ സാറിന് എന്താ പറയാനായിട്ടുള്ളത്? ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഓരോരുത്തരുടെയും വേദനകൾ അല്ലെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ HOD അതായത് TK ജയകുമാർ സാർ അത് സ്വന്തം പ്രോബ്ലം പോലെ കാണുകയും ഞങ്ങളുടെ ഓരോരുത്തരുടെ അടുത്ത് വരികയും അതിൻ്റെ അകത്ത് എന്തെങ്കിലും സാറിന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്കത് പരിഹാര മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കുക, അതല്ലെങ്കിൽ അത് നല്ല രീതിയിൽ കൺസിഡർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുതന്നെയാണ് ഞങ്ങളുടെ ഒരു ടീം സ്പിരിറ്റിൻ്റെ മെയിൻ കാരണം. ഓക്കെ, അടിപൊളി അടിപൊളി. അങ്ങനെ സീനിയർ നഴ്സിംഗ് ഓഫീസർ പറയേണ്ടതായിട്ടുണ്ട്. ഷൈബിമോൾ മാം പറഞ്ഞട്ടെ. പിന്നെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് അറിയുന്നത് തന്നെ ടീം CTVS എന്ന പേരിലാണ്. CTVS എന്ന് പറയുമ്പോൾ കാർഡിയോ തോറാസിക് ആൻഡ് വാസ്കുലാർ സർജറീസ്, CTVS. ഓക്കെ, അത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് അറിയുന്നത് കോമൺലി ടീം CTVS എന്നാണ്. ഓക്കെ, അടിപൊളി അടിപൊളി. അങ്ങനെ സാറും കൂടെ പറഞ്ഞാട്ടെ, ആ ഒരു ശബ്ദം കൂടി ഇനി കേൾക്കാണ്ടിരിക്കണ്ട. യെസ്, സുജേഷ് സാർ എന്തോ പറഞ്ഞട്ടെ. ഇവരെല്ലാം പറഞ്ഞു, ഇപ്പൊ നീ എന്താ സാറിന് പറയാനുള്ളത്? ഇവരെല്ലാം പറഞ്ഞതിനുപരിയായിട്ട് എനിക്ക് കൃത്യമായിട്ടൊന്നും പറയാനില്ല. കാരണം ഇതൊക്കെ തന്നെയാണ് ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ടീം ലീഡർ എങ്ങനെ നിൽക്കുന്നു അതിനെ ഫോളോ ചെയ്ത് ഞങ്ങൾ പുറകെ വരുന്നു. അതാണ് അടിപൊളി. അങ്ങനെ നമ്മുടെ ടീം CTVS നടത്തുന്ന കാർഡിയോ പൾസ് 2025 എന്ന പ്രോഗ്രാമിനെ കുറിച്ച് പറയാനായിട്ട് ഇവർ 4 പേരും ഒരേ മനസ്സോടെ വന്നിട്ടുണ്ട്. അപ്പം ശബ്ദങ്ങളിലൂടെ നമുക്ക് കേൾക്കാം, അറിയാം ഓരോ കാര്യങ്ങൾ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM Sargakshetra SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റുകൾ എന്ന് പറയുന്നത് ടീം CTVS. അപ്പോൾ അത് പറയുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു ചിരിയാണല്ലോ. യെസ്, ഞങ്ങൾ അത് തന്നെ എന്നൊരു സന്തോഷമാണ്. അപ്പം നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ടീം CTVS നടത്തുന്ന ഒരു സ്പെഷ്യൽ കോൺഫറൻസ് അല്ലെങ്കിൽ പ്രോഗ്രാമാണ് കാർഡിയോ പൾസ് 25 എന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ഇനി കേൾക്കാനായിട്ട് പോകുന്നു. അപ്പം ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മുടെ പ്രീതി മാമിനോട് ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഈ ഒരു കാർഡിയോ പൾസ് 25 എന്ന കോൺഫറൻസ്? ഇതിൽ എന്തൊക്കെ പരിപാടികളാണ് അല്ലെങ്കിൽ എന്തൊക്കെ വിഷയങ്ങളാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്? ശരിക്കും കാർഡിയോ പൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു നഴ്സസ് തന്നെ നടത്തുന്ന ഒരു ഗവൺമെൻറ് സെക്ടറിൽ ഫസ്റ്റായിട്ട് നടത്തുന്ന ഒരു കോൺഫറൻസ് ആണ്. അപ്പം അതെന്ന് ഉദ്ദേശിച്ചത് എല്ലാ മേഖലകളിലുള്ള കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിൽ നിന്നുള്ള നഴ്സുമാരും നമ്മുടെ ഇവിടെ ഈ കോൺഫറൻസിന് വളരെ എനർജറ്റിക് ആയിട്ട് വരാൻ പോവുകയാണ്. അപ്പം അതും ഞങ്ങൾക്കൊരു സ്പിരിറ്റാണ്. ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ അവർ ലൈഫ്. ബിക്കോസ് നഴ്സസ് തന്നെ കണ്ടക്ട് ചെയ്യുന്ന ഗവൺമെന്റ് സെക്ടർ അതാണ് ഏറ്റവും. അപ്പം ഞങ്ങൾ തന്നെ കണ്ടക്ട് ചെയ്യുന്ന ഒരു കോൺഫറൻസ് അത് അടിപൊളിയാകണം എന്ന് ഞങ്ങൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. ഓക്കെ, അങ്ങനെ അത്രയും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു പ്രോഗ്രാം എന്നാണ് സുജയ് സാർ എന്നാണ് ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്? ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് മാർച്ച് 29 ശനിയാഴ്ചയാണ്. അത് കോട്ടയത്തുള്ള ആൻസ് ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിലാണ്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ടൈം. ഓക്കെ, അങ്ങനെ 29-ാം തീയതിയാണ് നമ്മുടെ ഈ ഒരു കാർഡിയോ പൾസ് 25 എന്നുള്ള പ്രോഗ്രാം. ആൻഡ് ഇതിലേക്ക് വരുന്ന ക്ലാസ്സുകൾ എടുക്കാനായിട്ട് വരുന്നവർ ആരൊക്കെയാണ് മാം ഒന്ന് പറയാമോ ഷൈബിമോൾ മാം? നമുക്കിതിലേക്ക് ഇൻ്റർനാഷണൽ ഫാക്കൽറ്റീസ് ഉണ്ട്, നാഷണൽ ഫാക്കൽറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ഹോസ്പിറ്റലുകളിൽ നിന്നുള്ള
അതായത് നല്ല ഫേമസ് ഹോസ്പിറ്റലുകളിൽ നിന്നുള്ള ഫാക്കൽറ്റീസാണ് നമുക്കിതിനായിട്ട് വരുന്നത്. ഓക്കെ മാം, അപ്പോൾ നമ്മൾ ഈ ഒരു കാർഡിയോപൾസ് 25 എന്ന പ്രോഗ്രാമിൽ ആരൊക്കെയാണ് വരുന്നത്, മാർച്ച് 29 തീയതിയാണ് ഇത് നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കേട്ടു. ആൻഡ് ഇതിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെ സബ്ജക്റ്റുകളായിരിക്കും ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ സംസാരിക്കുന്നത്? നമുക്ക് നഴ്സസ് ആകുമ്പോഴല്ലേ എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. വി ഷുഡ് അപ്ഡേറ്റ് അവർ നോളജ്. സോ ആക്ച്വലി ദിസ് കോൺഫറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ നമുക്ക് നമ്മുടെ അപ്ഡേഷനാണ്. അപ്പം ബേസിക്കലി ഇതിനകത്ത് വരുന്ന നമ്മൾ കൂടുതൽ ചെയ്യാൻ പോകുന്നത് ഇൻഫെക്ഷൻ പ്രിവെൻഷനാണ്, പിന്നെ ലേണിംഗ് ഫ്രം മിസ്റ്റേക്സ്, ദാറ്റ് ഈസ് ഡോക്യുമെൻറ്റേഷൻ, വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്, നമ്മൾ എങ്ങനെ ഒരു കാർഡിയാക് സർജറി കഴിഞ്ഞാൽ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ എന്തൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കേണ്ടത് അതിനെക്കുറിച്ച്. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ന്യൂട്രീഷൻ, അതും കാർഡിയാക് സർജറി തന്നെ. നമുക്ക് ഒരു ഹാർട്ട് സർജറി കഴിഞ്ഞ് കഴിയുമ്പം എന്തൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. പിന്നെ ഉള്ളത് റെക്കമെൻഡേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഇൻ കാർഡിയാക് തിയേറ്റർ, പിന്നെ ബേസിക്സ് ഓഫ് ECG, പിന്നെ വെൻറ്റിലേറ്റർ, അത് നമ്മുടെ സാറാണ് എടുക്കുന്നത്, ജയകുമാർ സാറ്. ദാറ്റ്സ് എ വണ്ടർഫുൾ തിങ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈവായിട്ട് ഹാർട്ട്, ദാറ്റ്സ് എ പിഗ് ഹാർട്ടാണ്. അപ്പം അത് നമുക്ക് ലൈവായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു നാഷണൽ ഫാക്കൽറ്റി അനിൽ ടെണ്ടുൽക്കർ സാർ വരുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അത് നേരിട്ട് കാണാം. അതാണ് നമുക്ക് ഭയങ്കര ഒരു ഹൈലൈറ്റ്. ഓക്കെ, അങ്ങനെ നേരിട്ട് ഒരുപാട് പേരല്ലേ അത് ക്ലാസ് എടുക്കുന്നു, അതിൽ നിന്ന് നമുക്ക് അപ്ഡേറ്റ്സുകൾ കേൾക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇത് കഴിഞ്ഞ് നമുക്കൊരു പാനൽ ഡിസ്കഷൻ ഉണ്ട്. അവിടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാം. നമുക്ക് എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, നമ്മുടെ ക്വാളിറ്റി എങ്ങനെയാണ്, ഇതിൻ്റെയൊക്കെ ബേസിക് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഒരു പേഷ്യൻറ്റിനെ നന്നായിട്ട് അതിൻ്റെ ക്വാളിറ്റി, അവരുടെ കെയർ ക്വാളിറ്റി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം, ഔട്ട്കം, അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അങ്ങനെ നമ്മൾ പറയുമല്ലോ ദൈവത്തിൻ്റെ മാലാഖമാർ എന്ന് വിളിക്കുന്ന നമ്മുടെ നഴ്സുമാർ, അവരും അവരുടെ അവരെയും തന്നെ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് കാർഡിയോപൾസ് 25 എന്ന കോൺഫറൻസ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇനിയും കേൾക്കേണ്ടതായിട്ടുണ്ട്. കേൾക്കാം SK ജംഗ്ഷനിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷനാണ്. കൂടെയുള്ളത് ജോ ആണ്. നമ്മളിതാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മാർച്ച് 29 അരങ്ങേറുന്ന കാർഡിയോപൾസ് 25 എന്ന കോൺഫറൻസിനെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ നമ്മുടെ കാർഡിയോ ടീം അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഈ ഒരു സ്പെഷ്യൽ കോൺഫറൻസിന്റെ ഡീറ്റെയിൽസ് പറയാനായിട്ടുള്ള ഗസ്റ്റുകൾ ആരൊക്കെ എന്നുള്ളത് നമ്മൾ കേട്ടു. ആൻഡ് ഇനി അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനായിട്ട് നമ്മുടെ കൂടെ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നത് ഷൈബിമോൾ കുര്യൻ, സീനിയർ നഴ്സിംഗ് ഓഫീസർ. മാം, ഇനി നമ്മൾ ചോദിക്കാനായിട്ടുള്ളത് ഈ ഒരു പ്രോഗ്രാമിന്റെ ഗോൾ എന്താണ് തുടങ്ങിയവയൊക്കെ നമ്മൾ കേട്ടു. ആൻഡ് ഈ ഒരു നമുക്കറിയാം ഇപ്പം നമ്മുടെ ഗവൺമെന്റ് സെക്ടറിലുള്ള എല്ലാ നഴ്സുമാരും പങ്കെടുക്കുന്ന ഒരു കോൺഫറൻസ് ആണ് കാർഡിയോപൾസ് 25 എന്ന് പറയുന്നത്. ഇത് ഈ ഒരു കോൺഫറൻസിലൂടെ എത്രമാത്രമാണ് അവരുടെ കരിയർ പ്രോസ്പെക്ടസ് വർദ്ധിപ്പിക്കുന്നത്, എത്രമാത്രമാണ്, അല്ലെങ്കിൽ ഇത് അവരുടെ കരിയറിന് എത്രത്തോളം ഗുണകരമായി മാറ്റാനാണ് നമ്മുടെ ഒരു തയ്യാറെടുപ്പ് എത്രമാത്രമാണ് ഇതിന്? ഇതിനകത്ത് നമ്മൾ നമ്മുടെ നേഴ്സസിൻ്റെ ഒരു എംപവർമെൻറ്റ്, അതായത് നമ്മൾ ഡെയിലി പേഷ്യനെ നോക്കുന്നു, ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി എടുക്കുന്നു. കൂടുതൽ നമ്മളെല്ലാവരും ഇപ്പം പഠിത്തം കഴിഞ്ഞ് കൂടുതൽ നമ്മുടെ ആ ഒരു അപ്ഡേഷൻ ചെയ്യുന്നില്ല. അപ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജീസ് എല്ലാവർക്കും ഒന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുക. നമ്മൾ കോമൺ ഡിസ്കഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസ് വരും. അപ്പം എന്തൊക്കെയാണ് അവർക്ക് നമുക്ക് എന്താ പറയുക, മ്യൂച്വൽ ഒരു ഷെയറിങ്. ഓരോ ക്ലാസ്സിന് ശേഷം നമ്മളൊരു ഡിസ്കഷൻ സെക്ഷൻ വെക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആ ടോപ്പിക്കിനെ കുറിച്ചുള്ള അവരുടെ ക്വസ്റ്റ്യൻസ് അവിടെ റേസ് ചെയ്യാം. അതിനുള്ള നമ്മുടെ പാനൽസ് അതിൻ്റെ ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കും. ഒരു ടോട്ടലി ശരിക്കും ഒരു ഭയങ്കര ഒരു മീനിങ് ഫുൾ ഈവൻ്റ് ആയിരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായി ഒരു വിശ്വാസമുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ നഴ്സുമാരുടെ ലൈഫിൽ വളരെ ഗുണകരമായി മാറുന്ന അല്ലെങ്കിൽ അവരുടെ ജോലിയെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് എത്രമാത്രം ഇൻപുട്ട് ഇനി നൽകാനായിട്ട് സാധിക്കും അതിനെയൊക്കെ ഒന്ന് എൻകറേജ് ചെയ്യിപ്പിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന, ഒന്ന് പോളിഷ് ചെയ്യുന്ന ഒരു കോൺഫറൻസ് ആണ് കാർഡിയോപൾസ് 25 എന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് SK ജംഗ്ഷനിലൂടെ. മാം എന്തോ പറയാനായിട്ട് വന്നിരുന്നു, പറഞ്ഞോട്ടെ. അത് തന്നെ ഇപ്പോൾ പറഞ്ഞത് തന്നെ, തീർച്ചയായിട്ടും ഞങ്ങൾ അതിനുള്ള ശ്രമമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുമല്ലോ, ഇപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ പഠിച്ചതിൽ വെച്ച് നിൽക്കരുത്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം പഠിച്ചുകൊണ്ടേ ഇരിക്കണം, നമ്മൾ അപ് ടു ഡേറ്റ് ആവണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ നഴ്സുമാർ അപ് ടു ഡേറ്റ് ആണ്, അവർ അതിനെ കൂടുതലും അവരെ ഇങ്ങനെ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഒരു പ്രോഗ്രാമാണ് അല്ലെങ്കിൽ ഒരു വേദിയായി മാറുകയാണ് കാർഡിയോപൾസ് 25 എന്നുള്ളത്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് കേൾക്കാം SK ജംഗ്ഷനിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction.
വെൽക്കം ബാക്ക് ടു എസ് കെ ജംഗ്ഷൻ ഓൺ സർഗ ക്ഷേത്ര 89.6 FM കാർഡിയോ പൾസ് 25 എന്ന പ്രോഗ്രാമിനെ കുറിച്ചാണ് നമ്മളിതാ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് പ്രീതി മാം ഉണ്ട്, നഴ്സിംഗ് ഓഫീസർ ഫ്രം കോട്ടയം മെഡിക്കൽ കോളേജ് ഓഫീസ്. സുജേഷ് KJ, നഴ്സിംഗ് ഓഫീസർ ഫ്രം കോട്ടയം മെഡിക്കൽ കോളേജ് ഓഫീസ്. ജിൻസൺ MJ, നഴ്സിംഗ് ഓഫീസർ ഫ്രം കോട്ടയം മെഡിക്കൽ കോളേജ് ഓഫീസർ. ആൻഡ് ഷൈബിമോൾ കുര്യൻ, സീനിയർ നഴ്സിംഗ് ഓഫീസർ. അങ്ങനെ 4 പേര് നമ്മുടെ മുന്നിലുണ്ട്. അപ്പം ഈ ഒരു കാർഡിയോ പൾസ് 25 എന്ന പ്രോഗ്രാമിനെ കുറിച്ച് അല്ലെങ്കിൽ കോൺഫറൻസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇനി അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഇത് സംഘടിപ്പിക്കുന്നത് നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാർഡിയോ തൊറാസിക് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത്. അപ്പം ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്, നിങ്ങളുടെ ഒരു സേവനത്തെക്കുറിച്ച് അറിയേണ്ടതായിട്ടുണ്ട്. അതൊന്ന് വിശദീകരിക്കാവോ? തീർച്ചയായും. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ 1989 മുതലാണ് ഏകദേശം നല്ല രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങിയിരുന്നത്. അന്ന് ആ കാലത്ത് ഡോക്ടർ P. ചന്ദ്രമോഹൻ സാറായിരുന്നു അതിൻ്റെ നേതൃത്വത്തിൽ ഇരുന്നിരുന്നത്. പിന്നീട് ചന്ദ്രമോഹൻ സാറിന് ശേഷം KM കുര്യാക്കോസ് സാർ വരുന്നു. അതിന് ശേഷമാണ് നമ്മുടെ എല്ലാമായ ജയകുമാർ സാറ് ആ ഒരു ടീം ലീഡറിലോട്ട് വരുന്നത്. അപ്പോൾ സാറ് വന്നതിന് ശേഷം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രകടമായ ഒരു മാറ്റങ്ങൾ നമുക്ക് അവിടെ നിന്ന് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ 2025 എത്തി നിൽക്കുമ്പോൾ ഏകദേശം 10ഓളം കാർഡിയക് ട്രാൻസ്പ്ലാന്റ് സർജറീസും ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഒരു വർഷം കുറഞ്ഞ വർഷം ഒരു 1500 കോംപ്ലക്സ് കാർഡിയക് സർജറികളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇത് പറയുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ എന്തോ ഒരു ഇമോഷണൽ ആയി പോവാണ്. കാരണം എൻ്റെ അച്ഛൻ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൻ്റെ കാരണം ജയകുമാർ സാറാണ്. ആ ഒരു സാറിനെ കുറിച്ച് പറയുമ്പോൾ എനിക്കത് എപ്പോഴും ഓർമ്മ വരുന്നൊരു കാര്യം. അപ്പം അച്ഛൻ ഒരു ബൈപ്പാസ് സർജറി നടത്തണമെന്ന് പറഞ്ഞ ആളാണ്. പക്ഷെ അച്ഛയ്ക്ക് പേടിയായിരുന്നു, ബൈപ്പാസ് വേണ്ട എന്ന് പറഞ്ഞ ആള്. അപ്പം ജയകുമാർ സാറാണ്, ഇല്ല കുഴപ്പമില്ല, നമുക്ക് എന്നാൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാം. അത് ഒരു കുറച്ചു 10 വർഷം പിന്നിലാണ് ഉണ്ടായിരിക്കും. അപ്പൊ ഞാനിതിങ്ങനെ സാറ് പറഞ്ഞോണ്ടിരുന്നപ്പോൾ, സുജയ് സാറ് പറഞ്ഞോണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് കാര്യം ആ പറഞ്ഞ കണക്കിൽ ഒരാൾ എൻ്റെ അച്ഛനും കൂടെയാണ് എന്നുള്ളൊരു കാര്യം കൂടെ ഞാനിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നു. അപ്പം നിങ്ങളുടെ സേവനം നമ്മൾ അനുഭവിച്ചറിഞ്ഞ ഒരു ഫാമിലി തന്നെയാണ്. അത് ഭയങ്കര രസമാണ്. കാരണം ഞങ്ങളൊരു കല്യാണത്തിന് പോകുന്നതും എല്ലാം ടീമായിട്ടാണ് പോകുന്നത്. പോകുമ്പോൾ എവിടെ ചെന്നാലും സാറ് അവിടെ എന്തെങ്കിലും ഒരു പേഷ്യൻറ്റിനെ നോക്കാൻ സാറിനൊരു അവസ്ഥ വരും. കാരണം ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ വളരെ ഇതായിട്ടല്ലേ പറഞ്ഞേ അച്ഛനുണ്ടെന്ന്. അപ്പം ഞാൻ പറയായിരുന്നു എവിടെ ചെന്നാലും സാർ, അത് ഞാൻ ശരിക്കും ജയകുമാർ സാർ ഒരു ഭയങ്കര അതാ ടീമിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു കരുത്ത് അതാണ്. അപ്പം നമ്മൾ ഈ സംസാരിക്കുമ്പോൾ ഈ പേരുകളൊക്കെ കേൾക്കുമ്പോഴേ ഭയങ്കര സന്തോഷം, കാരണം നമുക്ക് ഭയങ്കര കണക്റ്റഡ് ആണ്. അപ്പം നിങ്ങളുടെ സേവനങ്ങളെ കുറിച്ച് നമ്മളിങ്ങനെ അനുഭവിച്ചറിയുന്നുണ്ട്. അപ്പം ബാക്കി സാറിന് എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ സാറിനെ പറ്റി പറയുമ്പോൾ ശരിക്കും ഞങ്ങളും പെട്ടെന്ന് ഇമോഷണൽ ആകും. കാരണം നമ്മളൊരു വീട്ടിൽ ചെല്ലുന്ന പ്രതീതി, നമ്മൾക്ക് ഒരു വർക്കിംഗ് സ്പേസ് ആണെന്ന് ഞങ്ങൾക്ക് തോന്നാറില്ല. അപ്പോൾ കൂടുതലും ഞങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലോട്ട് പോകുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഫാമിലി പോലെയാണ് ഞങ്ങളുടെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്. ഞങ്ങൾ ആ ഒരു ഇത് അങ്ങനെയാണ് സാർ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അതിനകത്ത് പുറകിലുള്ള മന്ത്രശക്തി എന്താണെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല. സാധാരണ ബേസിക്കലി ഒരു നേഴ്സായിട്ട് ഞാനിവിടെ 2014 ജോയിൻ ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഒരു 2-3 ഇയേഴ്സ് കഴിയുമ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് സ്വിച്ച് ചെയ്യും. പക്ഷേ ഇവിടെ എന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ആ ഒരു ടീം സ്പിരിറ്റ് നമ്മൾ പൂർണ്ണതോതിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നത്. ഞാൻ ഒരു രസകരമായൊരു സംഭവം ഞാൻ ഓർക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 2014 ഇവിടെ ജോയിൻ ചെയ്യാൻ വന്ന സമയത്ത് പുതിയ ബിൽഡിങ്ങിലോട്ട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ആ സമയത്ത് നമ്മുടെ ജോയിൻ ലെറ്റർ കയ്യിലുണ്ട്. പ്രിയ ചേച്ചിയോട് ഞാൻ ഇങ്ങനെ സംസാരിച്ച് ജയകുമാർ സാറിനെ പരിചയപ്പെടുന്നു. നെക്സ്റ്റ് ഡേ ഞാൻ ജോയിൻ ചെയ്യാൻ വരുമ്പോഴത്തേക്കും അന്ന് ജയകുമാർ സാറിൻ്റെ അടുത്ത് പോയിട്ട് വേണം ഒന്ന് കയറാൻ. ഒന്ന് സാറിനെ അന്വേഷിച്ച് നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരു ക്ലീനിങ് നടക്കുക ഡിപ്പാർട്ട്മെൻറ്റ് ക്ലീനിങ് ആയിട്ട്. അപ്പോൾ ഒരു മനുഷ്യൻ അവിടെ നമ്മുടെ ഈ ചൂലും തൂത്ത് വരുന്ന സാധനമൊക്കെ ആയിട്ട് നിന്ന് ക്ലീൻ ചെയ്യുക. അപ്പോൾ ഞാൻ തലേദിവസം വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് ഫേസ് അത്ര ഓർമ്മ കിട്ടുന്നില്ല. കാരണം ഫസ്റ്റ് ടൈം കാണുന്നതാണ്. സെക്കൻഡ് ടൈം കാണുമ്പോൾ നമുക്ക് അത്ര റീകോൾ ചെയ്യണമെന്നില്ല. നോക്കുമ്പോഴത്തേക്കും വളരെ നിസ്സാരമായിട്ട് അവിടെ ശരിക്കും ഒരു തൂപ്പുകാരനെ പോലെ നിന്ന് അവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ മുക്കിലും മൂലയിലും ഒക്കെ നിന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചാൽ ജയകുമാർ സാറിനെ കാണാനാണ്, ഞാൻ നിൽക്കുന്ന മനുഷ്യനാണ് ജയകുമാർ സാർ. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ ആ ഒരു ഇതാണ് സാറിൻ്റെ ആ ഒരു ശൈലി. കാരണം ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പൾസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ നിന്ന് തന്നെ സാറ് തുടക്കം ഇടും. അപ്പോൾ ആ ലീഡർ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ബാക്കിയുള്ള ആളുകൾക്ക് അതിനൊപ്പം തന്നെ നിൽക്കാൻ നമ്മളും പ്രേരിതമാകും. അതെ, ഞാനിത് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളെ ലീഡ് ചെയ്യുന്ന ആൾ അത്രയും ഡൗൺ ടു എർത്ത് ആയിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ആ ഒരു പവർ, ആ ഒരു എന്താ പറയുക, ടുഗദർനെസ് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും നമുക്ക് എല്ലാവർക്കും ഒരു പോസിറ്റീവ് വൈബ്. ഓക്കെ, ആ ഒരു ഒരുമ നമ്മളിൽ എല്ലാവർക്കും പകരണം എന്നൊരു ആശയത്തോടുകൂടി തന്നെയാണ് നമ്മൾ കാർഡിയോ പൾസ് 25 എന്ന ഒരു പ്രോഗ്രാം, ഒരു കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ SK ജംഗ്ഷനിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്, കേൾക്കാൻ അറിയാം. സോ keep on listening to സർഗ ക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗ ക്ഷേത്ര.
SK Junction. സർഗക്ഷേത്ര 89.6 FM എസ് കെ ജംഗ്ഷൻ ആണ്. എസ് കെ ജംഗ്ഷനിൽ നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് കാർഡിയോ പൾസ് 25 എന്ന നമ്മുടെ അപ്കമിംഗ് പ്രോജക്റ്റ് നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയോ തൊറാസിക് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന പ്രോഗ്രാം മാർച്ച് 29 നടക്കുന്നത്. ആൻസ് ഇന്റർനാഷണൽ കൺവെൻഷണൽ സെന്റർ ഈരിയൽ കടവ് കോട്ടയം ഇവിടെ വെച്ചാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. അപ്പം ഇതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് എസ് കെ ജംഗ്ഷനിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മളെ മേധാവിയെക്കുറിച്ചാണ്. കാരണം നമുക്കറിയാം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഒരു സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ വിളിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ പറയപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ മനസ്സോടുകൂടി പറയുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ ജയകുമാർ സാർ എന്ന് പറയുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും CTVS ഡിപ്പാർട്ട്മെന്റിന്റെ മേധാവിയുമായിട്ടുള്ള കേരളശ്രീ പുരസ്കാരം നിറവിൽ നിൽക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ജയകുമാർ സാറിന്റെ നേതൃപാഠവം എത്രമാത്രം ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഒരു സഹായകരമായിട്ടുണ്ട് ഇത്തരം ഒരു കോൺഫറൻസ് നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ. മാം, ഷൈബിമോൾ മാം പറഞ്ഞു. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഈ കാർഡിയോ പൾസ് 25 എന്നൊരു ആശയം തന്നെ ഇങ്ങനെ വന്നപ്പം നമ്മൾ ആദ്യം അതൊരു ഇത് നമ്മളെ കൊണ്ട് പറ്റുമോ, നമ്മളത് ആദ്യം അങ്ങൊരു മടിച്ചു നിൽക്കുമായിരുന്നു. പക്ഷേ ഇത് നിങ്ങൾ ചെയ്യണം, നിങ്ങളിത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞൊരു ഫുൾ എനർജി ഞങ്ങൾക്ക് തന്നത്, ഞങ്ങൾക്ക് ഇതിനുള്ള എല്ലാ മോട്ടിവേഷനും തന്നത് നമ്മുടെ പ്രിയപ്പെട്ട ജയകുമാർ സാറാണ്. സാറിൻ്റെ ഒരു നിർബന്ധം കൊണ്ട് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇതിനായിട്ട് ഇറങ്ങിത്തിരിച്ചത്. ഈ കൂടി ഇപ്പം നമ്മുടെ ജയകുമാർ സാറിനെ കുറിച്ച് പറയുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇതൊക്കെ ഒരുവിധം അറിയാം. നമ്മുടെ ജയകുമാർ സാർ എന്ന് പറയുന്ന ഡോക്ടർ TK ജയകുമാർ നമ്മുടെ ഈ ഹോസ്പിറ്റലിൻ്റെ സൂപ്രണ്ടും കൂടിയാണ്. സാറ് 24 hours എന്ന് പറയാം നമ്മുടെ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്. രാവിലെ ഒരു 6 മണിക്ക് ശേഷം സാർ ഓപ്പറേഷൻ തിയേറ്ററിൽ കേസിന് കയറിയാൽ മിക്ക ദിവസങ്ങളിലും ഒരു മിഡ് നൈറ്റോടു കൂടി ആയിരിക്കും നമ്മുടെ എലക്റ്റീവ് സർജറീസ് തീരുക. അതിനുശേഷവും എന്ത് എമർജൻസി വന്നാലും, ഈവൻ ഇപ്പം സാറ് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വീട്ടിലോട്ട് പോയാലും ഇപ്പം നമുക്കൊത്തിരി അനൂറിസംസ്, ഡിസെക്ഷൻസ് അതൊക്കെ എമർജൻസി സർജറീസാണ്. കാരണം വിത്തിൻ അവേഴ്സ് സർജറി ചെയ്യേണ്ട കേസുകളാണ്. അങ്ങനെയുള്ള സർജറീസ് വന്നാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ സാറിനെ വിളിക്കാം. സാർ അപ്പം തന്നെ ആസ് ഏർലി ആസ് പോസിബിൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് തിരിച്ചെത്തി ആ സർജറിക്ക് സാർ കയറിയിരിക്കും. നമ്മൾ പലപ്പോഴും അതിശയിച്ചു പോകും ഒരു മനുഷ്യനെ കൊണ്ട് എങ്ങനെ ഇത്രയും വർക്ക് ചെയ്യാൻ സാധിക്കുന്നെന്ന്. അതുപോലെ നമുക്ക് എക്മോ ഒക്കെ ഇടുന്ന സമയത്ത് സാറ് നമ്മുടെ ICU തന്നെ നൈറ്റ് ടൈമിലും കാണും. കാരണം ആ പേഷ്യൻസിന് എപ്പോഴാണ് എന്ത് എമർജൻസീസ് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ സാറിനെ വിളിച്ച് സാറാ വരുന്ന ഒരു ഡിലേ ഒഴിവാക്കാൻ വേണ്ടി, അതുപോലെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ കഴിയുമ്പം ഒരു 2 days ഒക്കെ ഡേ ആൻഡ് നൈറ്റ് ഫുൾ ടൈം സാർ ആ പേഷ്യൻ്റെ കൂടെ കാണും. ഞങ്ങൾക്ക് എന്തുമാത്രം പുരസ്കാരങ്ങളാണ് സാറിന് കിട്ടുന്നതെന്നത് നിങ്ങൾക്കും ഓൾമോസ്റ്റ് അറിയാം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞങ്ങളെല്ലാവരും അതിൻ്റെ വളരെ സന്തോഷത്തിലാണ്. കേരളശ്രീ പുരസ്കാരം നമ്മുടെ സാറിന് ലഭിച്ചിരിക്കുകയാണ്. പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സാറിൻ്റെ സർവീസിനെ കുറിച്ച് പറയാനുണ്ട്. കാർഡിയോ പൾസ് 25 എന്ന കോൺഫറൻസിനെ കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് കേൾക്കാം SK ജംഗ്ഷനിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. കാർഡിയോ പൾസ് 25 എന്ന കോൺഫറൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് SK ജംഗ്ഷനിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. വെൽക്കം ടു SK ജംഗ്ഷൻ സർഗക്ഷേത്ര 89.6 FM. നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയോ തൊറാസിക് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് നമ്മുടെ മുന്നിൽ 4 പേര് ഇങ്ങനെയുണ്ട്. അപ്പോൾ അവർ ഓരോരുത്തർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ചോദിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ അതിൻ്റെ പിന്നിൽ സപ്പോർട്ടായിട്ട് ഒരുപാട് പേരുണ്ടായിരിക്കും. അവരാണ് അതിൻ്റെ ഒരു പില്ലേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു കാർഡിയോ പൾസ് 25 എന്ന പ്രോഗ്രാം മാർച്ച് 29 നടക്കുമ്പോൾ ഇതിന് പിന്നിൽ പില്ലേഴ്സായിട്ട് നിൽക്കുന്ന ആളുകൾ, ഇപ്പം നമ്മൾ എസ്പെഷ്യലി പറഞ്ഞു ഡോക്ടർ ജയകുമാർ സാറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സാർ കൂടാതെ ഒരുപാട് വ്യക്തികൾ നമുക്കറിയാം ആ ഒരു സ്ഥാപനമുണ്ട്. അപ്പം ആരൊക്കെയാണ് മാം? നമ്മുടെ സീനിയർ നഴ്സിംഗ് ഓഫീസർ ഷൈബിമോൾ മാം എന്താണ് പറയാനായിട്ടുള്ളത്? തീർച്ചയായിട്ടും CTVS ഇത് കണ്ടക്ട് ചെയ്യുന്നെങ്കിലും ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ട് പറയേണ്ടത് നമുക്കൊരു 4 ഫാക്കൽറ്റീസ് ഫ്രം UK. അവരാണ് നമുക്കിതിനാദ്യമായിട്ടൊരു മോട്ടിവേഷൻ തന്നത്. അതുപോലെ തന്നെ ഒരു മെൻറ്ററായിട്ട് ഇതിൻ്റെ ഓരോ പ്ലാനിങ് സെക്ഷനിൽ തൊട്ട് ഞങ്ങളോടൊപ്പം നിന്ന നമ്മുടെ ഡോക്ടർ വിനീത V. നായർ, അതുപോലെ തന്നെ ഞങ്ങളുടെ ഡോക്ടർ നിതീഷ് CH, പിന്നെ അതിനെക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് നമ്മുടെ ചീഫ് നഴ്സിംഗ് ഓഫീസർ EC ശാന്തമ്മ മാഡം, നമ്മുടെ ക്ലിനിക്കൽ നഴ്സിംഗ് എഡ്യൂക്കേഷൻ വിങ്, ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് സെൽ, ഇൻഫെക്ഷൻ കൺട്രോൾ ടീം, അതുപോലെ ഒരുപാട് പേര്. പിന്നെ എടുത്തു പറയാൻ, നമ്മൾ ഈ ഒരു കാര്യം പ്ലാൻ ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് സന്തോഷത്തോടെ പറയട്ടെ, നമ്മുടെ ശ്രീചിത്രയിലെ ഒരു ദീപ സിസ്റ്റർ,
അവരൊക്കെ ഒരുപാട്, അതായത് കേരളത്തിനകത്തുള്ള നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം അനൗൺസ് ചെയ്തപ്പോൾ തൊട്ട് എല്ലാവരുടെയും ഒരു സപ്പോർട്ട്, കോട്ടയം മെഡിക്കൽ കോളേജിലെ ഫുൾ നേഴ്സിംഗ് ടീം എല്ലാവരും നമുക്കൊരു ഫുൾ സപ്പോർട്ടാണ് തരുന്നത്. അടിപൊളി. ഓക്കെ, അങ്ങനെ എന്തായാലും ഈ മാർച്ച് 29-നാണ് പ്രോഗ്രാം നടക്കാനായിട്ട് പോകുന്നത്. അപ്പം മാം, പ്രീതി മാം പറഞ്ഞാട്ടെ. ചേച്ചി പറഞ്ഞ എല്ലാവരും ഉണ്ട്. അതുകൂടാതെ തന്നെ ശരിക്കും നമ്മളെ പാർട്ടിസിപ്പൻസ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അപ്പം നമ്മൾ ശരിക്കും ഇത്രയും പാർട്ടിസിപ്പൻസ് നമുക്ക് വന്ന് ഈ കോൺഫറൻസ് ഇത്രയും ഇതാക്കിയത് അതാണ് നമ്മുടെ ഏറ്റവും ഹൈലൈറ്റ്. പിന്നെ ഇതിനകത്ത് ഒത്തിരി പേര് പ്രവർത്തിച്ചിട്ടുണ്ട്, പറയാത്ത കുറേ പേരുകൾ ഇതിനകത്തുണ്ട്. നമ്മുടെ അകത്ത് തന്നെ പിള്ളേർ ഒത്തിരി പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് 1 മാസം അല്ല 2 മാസം മുമ്പ് മുതലുള്ള ഇവരുടെ ഹാർഡ് വർക്കാണ് ഈ പിള്ളേരുടെ. അത് പറയാതിരിക്കാം. അതിലും ഏറ്റവും ഉപരി ഒരു കാര്യത്തിനും വരാൻ പറ്റാത്ത കുറേ പിള്ളേരുണ്ട്. വിഷമം ഉണ്ടെങ്കിലും അവർ ആ സമയത്ത് നമ്മുടെ പേഷ്യൻസിനെ നന്നായി ഡെഡിക്കേറ്റഡ് ആയിട്ട് നോക്കുന്ന കുറേ സ്റ്റാഫുകൾ, അവരെ നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അപ്പം ശരിക്കും ഈ കോൺഫറൻസിന് വരാൻ പറ്റാതെ പോകുന്ന കുറേ നഴ്സുമാരുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ. അപ്പം ശരിക്കും മിസ് ചെയ്യുന്നുണ്ടെങ്കിലും അവരും ഇതിനകത്തൊരു പാട്ട് തന്നെയാണ്. അവരില്ലായിരുന്നെങ്കിൽ അവരത്രയും അവിടെ ഒത്തിരി സാക്രിഫൈസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഇതിനെക്കുറിച്ചൊന്ന് മുമ്പോട്ട് പോകാൻ പറ്റുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ പറയുന്ന എല്ലാവരും തന്നെ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് ഞങ്ങളെല്ലാം നല്ലതായിട്ട് കോൺഫറൻസ് കൊണ്ടുപോകാൻ പറ്റും. അതെ, അവർ എന്താ പറയുക, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ അവരുടെ ഒരു ഫിസിക്കൽ പ്രസൻസ് ഇല്ലാണ്ട് തന്നെ അവർ ഉറപ്പായിട്ടും ഇങ്ങനെ ഇപ്പം മാം പറഞ്ഞു ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ അങ്ങനെ ഡോക്ടേഴ്സ് PGs ആണെങ്കിലും അവർ ഒത്തിരി സഫർ ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ആ പേഷ്യൻറ്റിനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഒത്തിരി സഫറിങ്സ് ഉണ്ട്. പക്ഷേ ഇതിനിടയ്ക്ക് അവർ നമ്മളെ അതെല്ലാം ഹൈഡ് ചെയ്ത് അവർ തന്നെ അത് മാനേജ് ചെയ്യുന്നുണ്ട്. തീർച്ചയായും അവർ കുറച്ച് പേര് ആ പേഷ്യൻ്റ് സൈഡിൽ സാക്രിഫൈസ് ചെയ്യുമ്പോഴുള്ളൂ നമുക്ക് ഈ ഒരു പ്രോഗ്രാം കുഴപ്പമില്ലാതെ നടത്താൻ പറ്റുള്ളൂ. കാരണം എല്ലാ നേഴ്സുമാരും കോൺഫറൻസ് വന്നു കഴിഞ്ഞാൽ പേഷ്യൻറ്റിനെ നോക്കാൻ ആളില്ല. അതെ, ഞാനത് ചോദിക്കാനായിട്ട് വരുന്നത്. കാരണം നിങ്ങളെന്ന് പറയുന്നത് നമ്മൾ പേഷ്യൻസിനെ എപ്പോഴും നമ്മൾ 24/7 ടേക്ക് കെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് നേരിട്ട് ഒരു വെല്ലുവിളി എന്തൊക്കെയാണ് എന്നുള്ളത് സുജേഷ് സാർ? നേരിട്ടുള്ള വെല്ലുവിളി എന്ന് വെച്ച് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരു നമുക്കൊരു ചലഞ്ചാണ്. അപ്പോൾ ഇപ്പോൾ ഓരോ പേഷ്യൻറ്റും നമുക്കൊരു ചലഞ്ചാണ്. പ്രത്യേകിച്ച് നമുക്ക് കാർഡിയാക് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വരുവാണെങ്കിൽ നമുക്കൊരു സർജറി കഴിഞ്ഞ പേഷ്യൻറ്റിന് അടുത്ത 48 hours എന്ത് വേണമെങ്കിലും സംഭവിക്കാം. നമ്മൾ കണ്ടിന്യൂസ് അവരെ മോണിറ്റർ ചെയ്യണം. നമ്മുടെ കണ്ണ് തെറ്റാതെ അവരുടെ ഓരോ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കണം. ഏത് നിമിഷം വേണമെങ്കിലും അവർക്ക് എന്ത് മാറ്റം വേണമെങ്കിലും ഉണ്ടാകും. കാരണം ഹൃദയം ശരീരവുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫുൾ ഡെഡിക്കേഷൻ അവിടെ വേണ്ടി വരും. അതെ. അപ്പോൾ ആ സമയത്ത് നമ്മൾ അവിടെ നിൽക്കുന്നു, അതിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ആളുകൾ നിൽക്കുന്നു. അങ്ങനെ മൊത്തത്തിലല്ലേ നമ്മളിപ്പം ടുഗദർനെസ്, നിങ്ങളുടെ ഒരു ഒരുമ തന്നെയാണ് അതിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഞാൻ പറഞ്ഞ ആ ടീം ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നുമില്ല. അതാണ് ഞങ്ങളുടെ ഹൈലൈറ്റ്. ടീം യെസ്, നമ്മുടെ ടീം CTVS, നമ്മുടെ ടീം CTVS നടത്തുന്ന പ്രോഗ്രാം കാർഡിയോ പൾസ് 25-നെ കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ഇപ്പം നമ്മൾ കേൾക്കുന്ന ഒരുപാട് പേർക്ക് കുറേ സംശയങ്ങളുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇത് ആർക്കൊക്കെ പങ്കെടുക്കാനായിട്ട് പറ്റുന്നത്, ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള ശ്രോതാക്കൾക്ക് പങ്കെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചില സംശയങ്ങളുണ്ടായിരിക്കും. സോ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്. കേൾക്കാം പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM നമ്മുടെ ടീം CTVS നടത്തുന്ന പ്രോഗ്രാമിനെ കുറിച്ചാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയോ തൊറാസിക് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന കാർഡിയോ പൾസ് 25 എന്ന കോൺഫറൻസിനെ കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു ഇത് ആർക്കൊക്കെ പങ്കെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളൊരു സംശയം പലർക്കും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടായിരിക്കും. അപ്പം ജിൻസൺ സാർ, ഇത് ആർക്കൊക്കെയാണ് പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നതെന്നൊന്ന് പറയാമോ? ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ഉദ്ദേശിച്ചാണ് നമ്മൾ പ്രത്യേകമായിട്ട് എയിം ചെയ്യുന്നത്. അതിൽ നേഴ്സസാണ് കൂടുതലായിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. അവർക്കാണ് പേഷ്യൻ്റ് സൈഡിൽ ഏറ്റവും കൂടുതൽ, ഒരു രോഗിക്ക് ഏറ്റവും കൂടുതൽ കെയർ എത്തിച്ചു കൊടുക്കുന്നത് നേഴ്സുമാർ വഴിയാണ്. എപ്പോഴും ഡോക്ടർമാരല്ല രോഗികളുടെ ബേസിക് നീഡും അതുപോലെ തന്നെ മെഡിസിനും എല്ലാം കൊടുക്കുന്നത് കൂടുതലും നേഴ്സസാണ്. അപ്പോൾ അവർക്കാണ് ഇത് കൂടുതൽ പ്രയോജനപ്പെടുന്നത്. കാരണം ഏറ്റവും കൂടുതൽ രോഗികളുമായിട്ട് ഇടപഴകുന്നത് നേഴ്സുമാരാണ്. അപ്പം അവർക്കാണ് ഇത് കൂടുതൽ ഉപകാരപ്പെടുന്നത് അല്ലെ. അപ്പം നമുക്ക് ഈ ഒരു രജിസ്റ്റർ ചെയ്യാനായിട്ട് എന്തൊക്കെ സംവിധാനങ്ങളാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് സുജേഷ് സാർ ഇത് നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത്? നമുക്ക് കാർഡിയോ പൾസിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓൺലൈനായിട്ടാണ് രജിസ്ട്രേഷൻ അതിൻ്റെ അവൈലബിൾ ആണ്. നമുക്ക് www.cardiopulse25.in എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ ജോയിൻ നൗ എന്ന് പറഞ്ഞ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു രജിസ്ട്രേഷൻ ഫോമിലോട്ടാണ് വരുന്നത്. ആ രജിസ്ട്രേഷനിനകത്തുള്ള ഫോം ഫില്ല് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അതിന് ചെറിയൊരു ഫീസുണ്ട്. അപ്പോൾ അത് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ അവിടുന്ന് അക്നോളജ്മെൻറ്റ് റെസിപ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് രജിസ്ട്രേഷൻ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ആകുന്നതിനൊപ്പം
ഇവർക്ക് രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഒരു സംശയം കൂടെ ഒന്ന് ചോദിച്ചോട്ടെ. നമുക്കിപ്പോൾ നഴ്സുമാർക്ക് മാത്രമാണോ അതോ മറ്റ് ടെക്നീഷ്യൻസ്, ലാബ് ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലുള്ള മറ്റുള്ളവർക്കും ഒക്കെ പങ്കെടുക്കാനായിട്ട് സാധിക്കുമോ? ഉറപ്പായിട്ടും സാധിക്കും. നേഴ്സുമാർക്ക്, ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ടെക്നീഷ്യന്മാർ, പേഷ്യൻ്റ് കെയറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും തന്നെ, രോഗികൾക്ക് കെയർ കൊടുക്കുന്ന എല്ലാവർക്കും തന്നെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. സ്റ്റുഡൻസ് ഉൾപ്പെടെ. ഓക്കെ, സ്റ്റുഡൻസ് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഈ ഒരു ഇപ്പം സാറ് പറഞ്ഞത് തന്നെ പേഷ്യൻ്റ് കെയറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും പങ്കെടുക്കാനായിട്ട് പറ്റുന്ന ഒരു കോൺഫറൻസ് ആണ് കാർഡിയോ പൾസ് 25. ഇതിൽ എന്തൊക്കെ വിഷയങ്ങളാണ് പ്രതിപാദിക്കുന്നത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇതിനകത്ത് വരുന്ന സ്പെഷ്യൽ ഗസ്റ്റ്, ആരുടെയൊക്കെ ക്ലാസ്സുകളാണ് നടക്കുന്നത് തുടങ്ങിയതൊക്കെ നമ്മൾ കേട്ടു അറിഞ്ഞു. ആൻഡ് ഇനിയും ചില കാര്യങ്ങളും കൂടി ഈ ഒരു പ്രോഗ്രാമുമായിട്ട് സംബന്ധിച്ച് ചോദിക്കാനായിട്ടുണ്ട്. അത് കേൾക്കാം പാട്ടുകൾക്ക് ശേഷം. So keep on listening to സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM കാർഡിയോ പൾസ് 25 എന്ന കോൺഫറൻസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ളത് കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയോ തൊറാസിക് ഡിപ്പാർട്ട്മെന്റിലെ ടീം അംഗങ്ങളാണ്. അപ്പം മാം, നമ്മൾ ഈ ഒരു കാർഡിയോ പൾസ് 25ന്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടറിഞ്ഞു. മാമിനോട് ചോദിക്കാനുള്ള കാര്യം, നമ്മുടെ പ്രീതി മാം, നമ്മുടെ ഒരു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഇടുക്കി ജില്ല ആയിക്കോട്ടെ, ആലപ്പുഴ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റനേകം ജില്ലകളിൽ നിന്നൊക്കെ ഒരുപാട് പേര് വരുന്ന ഒരു ആശുപത്രിയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി എന്ന് പറയുന്നത്. കാരണം ഇവിടുത്തെ സേവനങ്ങൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇവിടുത്തെ ടെസ്റ്റിമണീസ് ആയിക്കോട്ടെ, ഇതൊക്കെ ബേസ് ചെയ്ത് തന്നെയാണ്. അപ്പം ഈ ഒരു ശസ്ത്രക്രിയാ രംഗത്ത് കോട്ടയം മെഡിക്കൽ കോളേജ് കൈവരിച്ചിട്ടുള്ള റെവല്യൂഷണറി ആയിട്ടുള്ള വിജയകരമായിട്ടുള്ള സക്സസ് സർജറി സ്റ്റോറീസിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? നേട്ടങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഏറ്റവും ആദ്യം പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാ വർഷവും അറൗണ്ട് ഞങ്ങളൊരു 2200 കേസസ്, 2200 കേസുകളോളം ഹാർട്ട് സർജറി, തൊറാസിക് സർജറികളും ചെയ്യാറുണ്ട് ടോട്ടൽ. അത് തന്നെ ഒരു വലിയ ക്രെഡിറ്റാണ് ഞങ്ങൾക്ക്. പിന്നെ ഇതിനകത്ത് തന്നെ ബൈപ്പാസ് സർജറി, വാൽവുലാർ സർജറി, പിന്നെ പീഡിയാട്രിക് സർജറീസ്, അത് കോംപ്ലക്സ് ഹാർട്ട് സർജറീസ്, പിന്നെ ലങ് സർജറീസ്, ഈസോഫാഗോ ഗ്യാസ്ട്രക്ടമി സർജറി എന്ന് വെച്ചാൽ നമ്മുടെ അന്നനാളത്തിലുണ്ടാകുന്ന ക്യാൻസറുകൾ അത് നീക്കം ചെയ്യുക. പിന്നെ അന്യൂറിസംസ് എന്ന് പറഞ്ഞാൽ ഷൈബി ചേച്ചി പറഞ്ഞ പോലെ അന്യൂറിസം എന്ന് പറഞ്ഞാൽ വളരെയധികം ഒരു കോംപ്ലിക്കേറ്റഡ് സർജറി, എമർജൻസി, ലൈഫ് ത്രെറ്റനിങ് സർജറീസ് ആണത്, ഡിസെക്ഷൻസ്. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള കേസുകൾ നമ്മൾ വളരെയധികം കൂടുതൽ ചെയ്യാറുണ്ട്. പിന്നെ പറയാനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ്, ഗവൺമെൻറ് സെക്ടറിൽ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത വ്യക്തികൾ ഞങ്ങൾ തന്നെയാണ്. ഫസ്റ്റ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തത് ഞങ്ങൾ തന്നെയാണ്. ഇപ്പം ഞങ്ങൾ ടോട്ടൽ 10 ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. പിന്നെ ഇത് കൂടാതെ തന്നെ പല സർജറീസും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ അത് സുജേഷ് കുറച്ചുകൂടി. നമുക്ക് ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഗവൺമെൻറ് സെക്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം കോസ്റ്റ് കട്ട് ഓഫ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സാറിന് നമുക്കൊരു പ്രൈവറ്റ് സെക്ടർ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്ക് ഒരുപാട് ഇതാണ്. നമുക്ക് നമ്മുടെ ഒരു ട്രാൻസ്പ്ലാന്റ് സർജറി 5 lakhs നിലനിൽക്കുന്നതാണ്. അതുതന്നെ നമ്മുടെ ഒരു മെയിൻ ഇത്. നമുക്ക് കൂടുതലും മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്ന പേഷ്യൻസ് എന്ന് പറയുമ്പോഴത്തേക്കും വളരെ എക്കണോമിക്കലി ഒരു പുവർ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതലും മെഡിക്കൽ കോളേജിനെ അന്വേഷിച്ച് വരാറുള്ളത്, മജോറിറ്റി ആൾക്കാർ. അപ്പോൾ അവർക്ക് ഒരു 40 lakhs ഒന്നും ഇത്ര താങ്ങാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ സ്കീംസും കൂടെ, നമ്മുടെ ഗവൺമെൻറ് ഇൻഷുറൻസ് പരിരക്ഷയും കൂടെ കൂട്ടി നമുക്കൊരു 5 ലക്ഷം ഒക്കെ ആ റേഞ്ചിലാണ് നമ്മളിവിടെ ട്രാൻസ്പ്ലാന്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. നമ്മളിപ്പോൾ ഇനിയിപ്പം നിലവിൽ ഏകദേശം 10ഓളം കാർഡിയാക് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്യാൻ ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുന്നത് ലങ് ട്രാൻസ്പ്ലാന്റ്, ഹാർട്ട് ആൻഡ് ലങ് കോംബോ ഇതൊക്കെയാണ്. അപ്പം നമുക്ക് അതിനുള്ള പേഷ്യൻസ് ഏകദേശം 10-12ഓളം പേഷ്യൻറ്റും സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു ഡോണർ, ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഓർഗൻ ലഭിക്കുന്ന സമയത്ത് നമ്മളത് ചെയ്യും. ഏത് രാത്രിയാണെങ്കിലും നമ്മളതിന് ടീം റെഡി ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ചരിത്രം കുറിക്കാനുള്ള നിമിഷങ്ങൾ അവിടെ ബാക്കി നിൽക്കുമ്പോൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ ജിൻസൺ സാറിനും പറയാനായിട്ടുണ്ട്. സാർ, നമുക്ക് എക്മോ എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട് നമ്മുടെ മെഡിക്കൽ കോളേജിൽ. അത് 2012 തൊട്ട് തുടങ്ങിയതാണ്. ഒരു രോഗിയുടെ ഹൃദയവും ശ്വാസകോശവും പ്രവർത്തനം വളരെ മോശമാകുമ്പോഴത്തേക്ക് നമ്മൾക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ്. നമ്മൾ 2012 തൊട്ട് ഇത് തുടങ്ങിയിട്ടുണ്ട്. നമുക്കത് കുറേ രോഗികൾക്ക് അതിൻ്റെ ഒരു ഗുണം ലഭിച്ചിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും പത്രം വായിക്കുമ്പോഴൊക്കെ പല പ്രൈവറ്റ് ഹോസ്പിറ്റലും അവരുടെ പരസ്യമായിട്ട് വലിയ ഒരു ഇതിൽ തന്നെ നമുക്ക് കാണാറുണ്ട്, ഞങ്ങൾ എന്തോ വലിയ കാര്യം ചെയ്തെന്ന് പറഞ്ഞ്. നമ്മളിത് വായിക്കുമ്പോൾ നമുക്കിത് തോന്നുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇത് പണ്ടേ കഴിഞ്ഞതാണ്.
ചെയ്തതാണ്. അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാകാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചരിത്ര നേട്ടങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ കേട്ടത്, സർജറികളെ കുറിച്ച് നമ്മൾ കേട്ടു. അപ്പം ഇവർ എത്ര ആവേശത്തോടു കൂടി തന്നെയാണ് ഇത് പറയുന്നതെന്ന് ഞാനിങ്ങനെ ആവേശത്തോട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു ജീവൻ രക്ഷിക്കുന്ന കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതത്രയും ഉത്സാഹത്തോടു കൂടി അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ, അവർ പഠിച്ച കാര്യങ്ങൾ അവരത് ചെയ്യുന്നു. ആ ഒരു സർവീസ് ചെയ്യുന്നതിന് ഒരു സന്തോഷം ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഇനി നമുക്ക് നമ്മുടെ കാർഡിയോ പൾസ് 25 എന്ന പ്രോഗ്രാമിനെ കുറിച്ച് കേൾക്കേണ്ടതായിട്ടുണ്ട്. കേൾക്കാം, അറിയാം SK ജംഗ്ഷനിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM കൂടെയുള്ളത് ജോ ആണ്. ഇന്നത്തെ നമ്മുടെ SK ജംഗ്ഷൻ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു SK ജംഗ്ഷൻ ആയിരുന്നു. കാരണം ഈ പാട്ടിൻ്റെ സമയത്ത് ഇവിടെ നടക്കുന്ന ടോക്സ് ബാക്കി ആരും കാണുന്നില്ല, കേൾക്കുന്നില്ല. കാരണം നമ്മളിവിടെ ഭയങ്കരമായിട്ട് ചിരിച്ച് സന്തോഷിച്ച് ഇവരുടെ ആ ഒരു വൈബ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയോ തൊറാസിക് ഡിപ്പാർട്ട്മെൻറ്റിലെ നഴ്സിംഗ് ഓഫീസേഴ്സ് ഉണ്ട്, സീനിയർ നഴ്സിംഗ് ഓഫീസർ ഉണ്ട്. ഇവർ ഇന്നത്തെ ഈ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കാർഡിയോ പൾസ് 25 എന്ന കോൺഫറൻസ് ആണ്. അതിന് പുറമെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ പാട്ടിൻ്റെ സമയത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം നമ്മുടെ സീനിയർ നഴ്സിംഗ് ഓഫീസറായിട്ടുള്ള ഷൈബിമോൾ മാമിലേക്ക് വരികയാണെങ്കിൽ എന്താണ് അവസാനമായിട്ട് പറയാനായിട്ടുള്ളത്? നമ്മൾ എന്താണ് ഈ ഒരു പ്രോഗ്രാം, ഇതിൻ്റെ ഗോൾ എന്താണ്, ആർക്കൊക്കെ പങ്കെടുക്കാം, ഇതിൽ വരുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ കേട്ടു. ഇനി അവസാനമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് എന്താണ് പറയാനായിട്ടുള്ളത്? അപ്പം നമ്മൾ അതിൻ്റെ എല്ലാ അവസാനവട്ട ഒരുക്കത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. എല്ലാം തന്നെ നമ്മൾ ഓൾമോസ്റ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. എല്ലാത്തിനും ഓരോ ഡിഫറെൻറ്റ് കമ്മിറ്റീസ് ഉണ്ട്. ഓരോരുത്തർ അവരുടെ റോളുകൾ വളരെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു, തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിൽ നിന്നുമുണ്ട്. എല്ലാവരും നല്ല കംഫർട്ടബിളായിട്ട് വന്ന് നമ്മുടെ കോൺഫറൻസ് നന്നായിട്ട് എൻജോയ് ചെയ്ത് അവർക്കെല്ലാം, വരുന്നവർക്കെല്ലാം ഒരു നല്ല ദിവസം പ്രദാനം ചെയ്യണം. അതാണ് നമ്മുടെ ഗോള്. അതിനായിട്ടുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് നമ്മളെല്ലാവരും. ഞങ്ങളുടെ മാക്സിമം ഞങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കും. പിന്നെ ഈ അവസരത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഒത്തിരി സന്തോഷത്തോടെ നിങ്ങളോട് പറയാനുണ്ട്. കാരണം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങളുടെ സർഗക്ഷേത്ര 89.6 FM ഞങ്ങൾ പ്ലേ ചെയ്യാറുണ്ട്. നമ്മുടെ സർജറീസ് കഴിഞ്ഞ് വെന്റിലേറ്ററിൽ നിന്നൊക്കെ ഒക്കെ നമ്മൾ മാറ്റിയതിന് ശേഷം നമ്മുടെ പേഷ്യൻസൊക്കെ ടെൻഷൻ അടിച്ച് കിടക്കുന്ന ആ സമയത്ത് നമ്മൾ ഈ റേഡിയോ വെച്ച് കൊടുക്കും. ആദ്യമൊക്കെ ഞങ്ങൾ അവർക്ക് മ്യൂസിക്കായിരുന്നു പ്ലേ ചെയ്തിരുന്നത്. പക്ഷേ സ്ഥിരം പാട്ട് കേൾക്കുന്നതിനേക്കാളും അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു എൻജോയ്മെൻറ്റ് നിങ്ങളുടെ ഈ സർഗക്ഷേത്രയുടെ 89.6 FM കേൾക്കുമ്പോഴാണ്. പല പേഷ്യൻസും ഞങ്ങളോടത് സജസ്റ്റ് ചെയ്യാറുണ്ട്, പാട്ട് മാറ്റിയിട്ട് ഞങ്ങൾക്കിത് വെച്ച് തരാമോ എന്ന്. ഒത്തിരി അഭിമാനത്തോടെ നിങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ ഞങ്ങൾ ഈ അവസരം പ്രയോജനപ്പെടുത്തുന്നു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. നമുക്ക് ഒരുപാട് സന്തോഷം. കാരണം നമ്മൾ അറിയുന്നില്ല, കേൾക്കുന്നത് ഒരുപാട് പേര് നമ്മളെ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ള ജീവനക്കാർക്കും അതുപോലെ തന്നെ അവിടുത്തെ പേഷ്യൻസിന് നമ്മുടെ ശബ്ദം, നമ്മുടെ പാട്ടുകൾ ആശ്വാസകരമാകുന്നു എന്ന് കേട്ടതിൽ ഒരുപാട് സന്തോഷം. ആൻഡ് നിങ്ങളോടും ഒരു ബിഗ് താങ്ക്സ് പറയുകയാണ്. കാരണം നിങ്ങളുടെ ഒരു ആവേശം, ഉത്സാഹം ഉണ്ടല്ലോ. ഇങ്ങനെ ഒരു കോൺഫറൻസ് നടത്തുന്നു, അത് നമ്മളത് പഠിക്കണം. നമ്മൾ മുന്നോട്ടുള്ള നമ്മുടെ ഈ ഒരു ഡെയിലി ലൈഫിൽ നമ്മൾ അപ് ടു ഡേറ്റ് ആയിരിക്കണം, നമ്മളെല്ലാവരും ഒത്തുചേരണം എന്നുള്ളൊരു ആവേശം. അതുപോലെ തന്നെ ഒരു പേഷ്യൻറ്റിനെ നമ്മളൊരു ചരിത്ര നേട്ടങ്ങളെ കുറിച്ച്, ഓരോ സർജറീസിനെ കുറിച്ച് പറഞ്ഞപ്പം ഇത് നമ്മൾ ചെയ്തു, ഇത് നമ്മൾ പറഞ്ഞു, നമ്മൾ അഭിമാനത്തോടുകൂടി നമ്മളത് ഉറക്കെ പറയും എന്ന് നിങ്ങൾ ഓരോ ജീവനെയും ചേർത്ത് പിടിക്കുന്ന ആ ഒരു ഉത്സാഹമൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം. അതുകൊണ്ടൊക്കെയാണ് വി ട്രസ്റ്റ് യു മെഡിക്കൽ കോളേജ്. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളൊരു ഇതാണ്. കാരണം നമ്മൾ എത്രയൊക്കെ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് യെസ് നമുക്കുണ്ട്, പക്ഷെ എന്തോ നമ്മുടെ ഒരു ഹോം പോലെ ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണ് ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രി എന്ന് പറഞ്ഞത്. എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും കാർഡിയോ പൾസ് 25 എന്ന പ്രോഗ്രാം മറക്കരുത്. ഈ വരുന്ന മാർച്ച് 29 ആൻഡ് ഇന്റർനാഷണൽ കൺവെൻഷണൽ സെൻറ്റർ ഇരിയൽ കടവ് കോട്ടയത്ത് വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാ ഹെൽത്ത് പ്രൊഫഷണൽസിനും പങ്കെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു കോൺഫറൻസ് ആണ്. ആൻഡ് താങ്ക് യു സോ മച്ച്. നമ്മുടെ കൂടെ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് ഷൈബിമോൾ കുര്യൻ, സീനിയർ നഴ്സിംഗ് ഓഫീസർ, പ്രീതി മാമൻ നഴ്സിംഗ് ഓഫീസർ, സുജേഷ് KJ നഴ്സിംഗ് ഓഫീസർ ആൻഡ് ജിൻസൺ MJ നഴ്സിംഗ് ഓഫീസർ. ആൻഡ് 4 പേർക്കും താങ്ക് യു സോ മച്ച്. അപ്പം നമ്മുടെ ഇന്നത്തെ SK ജംഗ്ഷൻ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പം ദിസ് ഈസ് RJ Joe signing off from SK Junction and you are listening to സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.